മാസത്തിൽ ഒരു മീറ്റിംഗ് വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ പുതിയതായിട്ട് വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് 10-30 സിനിമകളാണ് പുതിയ സിനിമകൾ പ്രൊപ്പോസലായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ആ സ്ഥിതിയിൽ ഇപ്പോൾ 5 സിനിമകൾ 4 സിനിമകൾ മാത്രമാണ് ഓരോ മാസവും പുതിയതായിട്ട് വരുന്നത്. അതിൽ പോലും നമുക്കറിയാം, നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ, ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അട്രാക്ഷനുള്ള സിനിമകളെന്ന് പറയുന്നത് വിരലിൽ എണ്ണാൻ പോലും ഉള്ളതില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പോലും പറ്റുന്ന സിനിമകളില്ല. അപ്പോൾ അത്രയും ഒരു തരത്തിലേക്ക് സിനിമയുടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ, പുതിയ സിനിമകൾ ആരംഭിക്കുന്ന ആയിക്കോട്ടെ, എല്ലാം താന്നു പോകുന്ന സ്ഥിതിക്ക് നമ്മൾ അനവധി കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത മീറ്റിംഗ് നടത്തിയത്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, ഫിയോക്ക് ഉണ്ടായിരുന്നു, ഫെഫ്കെ ഉണ്ടായിരുന്നു, ബാക്കി മറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം കൂടെ ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്രസ് മീറ്റുള്ള വിവരം ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു. ഞാനൊക്കെ അതിൽ നിന്ന് പോയി, എനിക്ക് വേറെ കാര്യങ്ങളുള്ളതുകൊണ്ടിട്ടും വേറെ പടങ്ങൾ ഷൂട്ട് നടക്കുന്നതുകൊണ്ടിട്ടും അതിൽ പങ്കെടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ദിവസം ഞങ്ങളുടെ പ്രസിഡന്റ് വേറെ ഒരു പടത്തിൻ്റെ, ഒരു വലിയ പടത്തിൻ്റെ കാര്യമായിട്ട് അതിൻ്റെ തിരക്കിലായതുകൊണ്ടിട്ട് അതിൻ്റെ ചുമതലയുള്ളത് വൈസ് പ്രസിഡന്റുമാരാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് സിനിമ നിർമ്മാതാവ് ജി സുരേഷ് കുമാറും സിയാദ് വോക്കറുമാണ് വൈസ് പ്രസിഡന്റുമാർ. അപ്പം അവരെല്ലാവരും ആ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില എന്താ പറയുക അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മെമ്പർ, ഇപ്പം എന്നേക്കാളും എൻ്റെ അസോസിയേഷനിൽ എന്നേക്കാളും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞു പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം അറിയില്ല. അപ്പം ഒരാളുടെ പടത്തിൻ്റെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന കാര്യം അസോസിയേഷനിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതാണ് മെയിനായിട്ട് ആനന്ദിച്ചേട്ടൻ്റെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ആ ഒരു പടം നിർമ്മിക്കുന്ന നിർമ്മാതാവിന് അവരുടേതായ ടെൻഷൻസ് ഉണ്ട്. അത് ബിസിനസ് ചെയ്ത് തീർക്കുന്നവരെ, കാരണം അവർ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ 2-3 പടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററുകാരുടെ മുന്നിൽ ഈ സിനിമ എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ബിസിനസ് ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും റിവീൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾക്കറിയാം, ഒരു ഇൻകം ടാക്സ് ഇപ്പോൾ റെയ്ഡ് വന്നു കഴിഞ്ഞാൽ പോലും പല സ്ഥലത്ത് റെയ്ഡ് പോകുന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൊടുത്തിട്ട് സിനിമാ ന്യൂസുകൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, അല്ല വാർത്തകൾ കൂടുതൽ വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ സിനിമയുടെ കാര്യം ആയതുകൊണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങളുടെ സംഘടനകളിലും അത് പലതരം ടോക്കുകൾക്ക് വഴി തെളിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മീറ്റിംഗ് ഒരിക്കൽ കൂടി പറയുന്നത്, ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചത് അതുകൊണ്ടിട്ടാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ആനന്ദിച്ചേട്ടനോട് സംസാരിച്ചതാണ്. ഈ നാളെ ഒരു സിനിമ സമരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു നല്ല മെമ്പർ എന്നുള്ള രീതിയിൽ ആ അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സുരേഷ് ഏട്ടനും ഒരു പർപ്പസ്ഫുള്ളി ഒരു പറഞ്ഞ ഒരാളെ ഒരു ഇന്നൊരു ആർട്ടിസ്റ്റിനെ നോവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നൊരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തോ ഒന്നും പറഞ്ഞതല്ല. നിങ്ങൾക്കറിയാം, ഒരു അസോസിയേഷനെ സംബന്ധിച്ച് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് ആവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇതിലൊക്കെ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് സംസാരിച്ചാണ്. സുരേഷ് ഏട്ടൻ ഒരു ഇൻഡസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള സംഘടനയ്ക്ക് വാർത്താക്കുറിപ്പുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ സംഘടന സുരേഷ്കുമാറിനൊപ്പമാണ് എന്ന് അടിവരായിട്ട് പറയുന്നത്. അതിനുശേഷം അതിന് മറുപടി എന്നോണമാണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ്. ആന്റണി പെരുമ്പാവൂർ ആദ്യം
പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതിനെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാനും സുരേഷ് ചേട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ചേട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പോൾ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷേ അങ്ങ് സുരേഷ് സംഘടന പറഞ്ഞത് കൃത്യമായിട്ട് പറയുന്നതിനകത്ത് ആന്റണി പെരുമ്പാവൂർ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നില്ല പുറത്തു പോയി പറഞ്ഞത് അനുചിതമായി പോയി എന്ന വാക്കുകൾ. അത് കറക്റ്റാണ്. അതിന്റെ അകത്ത് ഇപ്പം ഒരു പക്ഷേ ഞാനും അതിന്റെ അകത്ത് സംഘടനയിലുള്ള ഒരാളല്ലേ. അപ്പൊ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിന്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഇവൻ പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഇവൻ പറയുമ്പോൾ അത് ചിലപ്പോ ഇഷ്ടപ്പെടാതെ ഇവന് ഇരിക്കാം. അത്ര മാത്രമേ അതിന്റെ അകത്തുള്ളൂ. അതിന്റെ അകത്ത് ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമായിരുന്നു ഇതെന്നുള്ളത്. അങ്ങനെ ഒരു അംഗത്തിന്റെ സിനിമയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താസമ്മേളനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിന്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്രസമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിംഗിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ കാഷ്വൽ ആയിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ആന്റണി പെരുമ്പാവൂരിന്റെ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആന്റണി പെരുമ്പാവൂർ ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു. ആന്റണി പെരുമ്പാവൂർ വിളിച്ചിരുന്നു, ഇല്ലേ? അസോസിയേഷൻ ഉള്ളവരെ വിളിച്ചിരുന്നു. അന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടത് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്, അത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ചോദ്യം ഉന്നയിച്ചു. അന്ന് അസോസിയേഷനിലുള്ള മറുപടി ആന്റണി പെരുമ്പാവൂർ നൽകിയത് അതൊരു തിരുത്ത് നൽകാം എന്ന് ആന്റണി പെരുമ്പാവൂർ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റിനില്ല എന്നെനിക്കറിയാം. പിന്നെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പോലും എഴുതി ചേർക്കാതെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ് അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമാണ് എന്റെ ബജറ്റിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാറിന് എന്താണ് അധികാരം? അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ? അത് അല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടില്ല. അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുന്ന മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത്, ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മറ്റുള്ളവരോട് അറിയണം. അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസന്റ്ലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ്. അപ്പൊ പല നിർമ്മാതാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ചേട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത്.